ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഈ ഒരു കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം നിലവിലുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നം ഏതാണോ ആ ഒരു ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താവുന്ന ഒരു മാസമാണ് ഇത്. അപ്പോൾ ആയുർവേദ മരുന്നുകളാണ് പ്രിഫറബിൾ ആയിട്ടുള്ളത്. ആയുർവേദ മരുന്നുകൾ നമ്മൾ കഴിക്കുമ്പോൾ അത് കൂടുതൽ ഫലം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ്. ഇംഗ്ലീഷ് മരുന്നുകൾ കൂടുതലും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തുടരുക. അതല്ല, നിങ്ങൾക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരം ഇങ്ങനെ ഇത്രയും വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കില്ല. നമ്മുടെ ബോഡി പാർട്സിന് അതിൻ്റേതായ പ്രവർത്തനക്ഷമത കുറവ് ഉണ്ടാകും. അപ്പോൾ ബോഡി ഒന്ന് റിജുവിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറോട് പറഞ്ഞ് അതിനുള്ള ആയുർവേദ മരുന്നുകളായിട്ട് കഴിക്കാവുന്നതാണ്. ഒരു ആരോഗ്യ സംരക്ഷണം എന്നുള്ള നിലയ്ക്ക് ആ മരുന്നുകൾ കഴിക്കാവുന്നതാണ്. അതും നമ്മുടെ ശരീരത്തിന് കൂടുതൽ ആരോഗ്യം പ്രദാനം ചെയ്യാനും ഈ ഒരു വർഷത്തേക്ക്, അടുത്തൊരു കർക്കിടകം എത്തുന്നത് വരെ ആ ഒരു വർഷത്തേക്കുള്ള ഒരു ബോഡിക്ക് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇന്ധനം പോലെ ഒന്ന് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഞാൻ ഈ ചാനലിന് മുന്നേ ഹെൽത്ത് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഡേ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് ഡേയിലെ വീഡിയോ ലിങ്ക് കൊടുത്തിരിക്കാം. അതും കൂടി ഒന്ന് കാണുക. അതിൽ പറയുന്ന കാര്യങ്ങളും കൂടി ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.